ഒരു സേവനവും നൽകാതെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ 1,72,00,000 രൂപ ഒരു കമ്പനിയിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നു എന്നത് അൺഡിസ്പ്യൂട്ടഡ് ഫാക്റ്റാണ്. അതായത് ആർക്കും തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. നീ കുറെ നേടുന്നുണ്ടല്ലേ. എന്നിട്ട് CPM അതിന് പറഞ്ഞ ന്യായം, അല്ലെങ്കിൽ ഈ അഴിമതിയെ ന്യായീകരിക്കുന്നവർ പറഞ്ഞത്, ഇതിന് അവർ ടാക്സ് അടച്ചിട്ടുണ്ടല്ലോ, അതിന് GST അടച്ചിട്ടുണ്ട്, GSTയുടെ രേഖകളുണ്ട്, GST അടച്ചു എന്ന വാദമാണ് അവർ മുന്നോട്ട് വെച്ചത്. അഴിമതി പണത്തിന് ടാക്സ് അടച്ചതുകൊണ്ട് ആ പണം അഴിമതി പണം അല്ലാതാവില്ല. ഇങ്ങനെ ഇല്ലീഗലായി സമ്പാദിക്കുന്ന പണത്തെ വെളുപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ബാങ്ക് ത്രൂ ആക്കി അതിന് ടാക്സ് അടച്ചു എന്ന് വരുത്തി അത് വൈറ്റ് മണി ആക്കി മാറ്റുന്നത്. അതിനെയാണ് മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ആസ്പെക്ട് വരുന്നത്. മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അർഹതപ്പെടാത്ത പണം, അല്ലെങ്കിൽ അഴിമതി പണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒഫൻസിൽ നിന്നും ഒറിജിനേറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ആ പണം വെളുപ്പിച്ചെടുക്കാൻ നടത്തുന്ന പരിശ്രമത്തെയാണ് മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത്. അതാണ് EDക്ക് അന്വേഷിക്കാൻ കഴിയുന്നത്, അതാണ് ED അന്വേഷിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ അഴിമതിയുടെ ആസ്പെക്ട് ഇൻവോൾവ് ആണ്, അത് വേറെ ഏജൻസി അന്വേഷിക്കേണ്ടി വരും. കഷ്ടകാലം ആരംഭിച്ചോന്നറിയാലോ. ഇതിൽ SFIOയുടെ അന്വേഷണം വേണ്ടിവരും, ഇതിൽ കറപ്ഷന്റെ അന്വേഷണം വേണ്ടിവരും, ഇതിൽ മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം വേണ്ടിവരും. ആ ഏജൻസി വളരെ കൃത്യമായി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഹൈക്കോടതിയും ഇത് പരിശോധിച്ചതിന് ശേഷം പിന്നെ ഞാൻ വേറൊരു കാര്യം, ഇപ്പൊ ബഹുമാന വളരെ മുതിർന്ന നേതാവ് കൂടി ആയതുകൊണ്ടാണ് അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ചർച്ച വന്നത് തന്നെ. ഞാനൊരു വലിയ സംഭവം അല്ലേ, അദ്ദേഹം ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിണറായി വിജയൻ തന്നെയാണ് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കേസുകളിലും അല്ലെങ്കിൽ ആരോപണങ്ങളും ആക്ഷേപങ്ങളും വരുമ്പോൾ കേന്ദ്ര ഏജൻസി വരട്ടെ, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കട്ടെ, കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കട്ടെ, ഞാൻ അവരെ സ്വാഗതം ചെയ്യുകയാണെന്ന് പറഞ്ഞവർ എന്തിനാണ് ഇപ്പോ ഈ വെപ്രാളം വേവലാതിയും ബഹളവും കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം തന്നെ കേരളത്തോട് പറയും, അദ്ദേഹം തന്നെ കത്തെഴുതി ആവശ്യപ്പെട്ടു എന്ന് പറയുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി ഇപ്പോ ഈ വെപ്രാളം ബഹളവും കാണിക്കുമ്പോൾ ഇതെന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. ശവത്തെ കുത്തരുത്. പക്ഷേ എനിക്ക് ഇതിന്റെ അകത്ത് വലിയ അമിതാവേശോ അമിതാഹ്ലാദോ അല്ലെങ്കിൽ വലിയ ഇതൊന്നുമില്ല. കാരണം ഇതിന്റെ പല വശങ്ങളും കണ്ടിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു ഫെയർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്ന് ഇതിന്റെ യഥാർത്ഥ വശങ്ങൾ കുറ്റപത്രത്തിന്റെ ഭാഗമായി തെളിവുകൾ ശേഖരിച്ച് ആ കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചാൽ മാത്രമേ ഞാൻ ഇതിന്റെ അകത്ത് ഒരു നീതിയുക്തമായ അന്വേഷണം നടന്നു എന്ന് പറയാൻ തയ്യാറാവത്തുള്ളൂ. കാരണം കേന്ദ്ര ഏജൻസികളും ഓരോ സമയത്തും അവരുടേതായ നിലയ്ക്കും അവരുടേതായ രീതിയിലും അവരുടേതായ താല്പര്യങ്ങൾ വെച്ചിട്ടും കാര്യങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ മുമ്പിലുള്ള നിലയ്ക്ക് ഞാൻ ഒരുപാട് അത്യാഹ്ലാദ അമിതാവേശവും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥ സംഘത്തിന് ജീവനോടെ മടങ്ങാൻ കഴിഞ്ഞത് തന്നെ അത്ഭുതം എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇപ്പോൾ ഏത് ഇന്ത്യൻ പൗരന് ഒരു പരാതി കൊടുക്കാമല്ലോ, അതുപോലെ പരാതി കൊടുത്ത ആളാണ് ഷോൺ ജോർജ്. പരാതി കൊടുത്ത ആളുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുക എന്നൊക്കെ കേട്ടുകേൾവില്ലാത്ത കാര്യമാണ്. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇന്ന് കേരളത്തിൽ മുഴുവൻ ഇപ്പോൾ പിണറായി വിജയന്റെ കണ്ണൂരിലെ വീടിന് മുമ്പിൽ താങ്കൾ അടക്കമുള്ള ഒരു വലിയ ആളുകളുടെ പടം അവിടെ ഉണ്ടാവുന്നു. ഈ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥര് വളരെ ശ്രമകരമായ നിലയിലാണ് തിരിച്ച് ഇറങ്ങി വന്നത് പോലും. അത് തന്നെ അവിടെ ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി തന്നത് ആ ക്രൗഡിന് ബോധ്യപ്പെട്ടതിന് ശേഷം രാഷ്ട്രീയമായി നേരിടുക എന്ന് പറയുന്നത് ഈ ജനക്കൂട്ടത്തെ അണിനിരത്തി ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടഞ്ഞുകൊണ്ടാണോ? ഒരു കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയാവാം, എങ്ങനെയാണോ എല്ലാവരും ഒന്നുപോലെ ആയി പോയത്? ഇത് ഈ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാര് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? അതിന്റെ ഒരു പുതിയ ചുവടുവെപ്പാണ് ഇന്ന് ഈ 11 ഇടങ്ങളിൽ നടന്നിട്ടുള്ള EDയുടെ റെയ്ഡ്. ഇവിടെ കോൺഗ്രസ് നേതാവായിട്ടുള്ള മാത്യു കുഴൽനാടൻ പറയുന്നത് എനിക്ക് അമിതാവേശമില്ല എന്നാണ്. അദ്ദേഹം നിയമസഭക്കകത്തും പുറത്തും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് നിയമപരമായിട്ട് ഉള്ളൊരു നടപടിയാക്കി മാറ്റാൻ ഒരു വക്കീലായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു. എവിടെയൊക്കെ പോയി? വിജിലൻസ് കോടതി, അതുപോലെ തന്നെ ഹൈക്കോടതി, പിന്നെ സുപ്രീം കോടതി. അവിടെ നിന്നൊക്കെ തലക്ക് നല്ല മേട് കിട്ടി ഈ വക്കീലിന്. എനിക്കിതിരി ദണ്ണുണ്ട്. വക്കീലന്മാരുടെ കൂട്ടത്തിൽ അപൂർവം ചില വക്കീലന്മാരുണ്ട്. ഏത് പിന്നെ തോൽക്കുന്ന ഹർജി, അതാണ് കോടതിയിൽ തുടക്കത്തിൽ തന്നെ ആ ഹർജി കൊടുത്തപ്പോൾ തന്നെ തള്ളുന്ന കേസുകളും ചില വക്കീലന്മാർ പണം കിട്ടുമെങ്കിൽ ആ കേസ് ഏറ്റെടുക്കാറുണ്ട്. അതേപോലെയുള്ള ഒരു വക്കീലിന്റെ ഇടപെടൽ ഈ കേസിൽ നടന്നിട്ടുണ്ട്. എന്നിട്ട് എക്സാലോജിക് കമ്പനി വീണയുടെ കമ്പനിക്ക് കൊടുത്ത പ്രതിഫലത്തെ സംബന്ധിച്ച് അവർക്ക് യാതൊരു പരാതിയുമില്ല. നോക്കണം, എക്സാലോജിക് കമ്പനിക്ക് യാതൊരു പരാതിയുമില്ല. ഇവിടെ വീണയ്ക്ക് യാതൊരു പരാതിയുമില്ല. ആർക്കാ പരാതി? ഈ ഷോൺ ജോർജിന് പരാതി ഉണ്ടാകുന്നു. അവന് ബുദ്ധിയുണ്ട്, മനസ്സിലായോ? പിണറായി വിജയന്റെ പൊതുജീവിതം ആളുകൾക്ക് മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാണ്. അത് മാത്യു കുഴൽനാടനോ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ ഷോൺ ജോർജിനെ പോലെയുള്ള ആളുകൾക്കോ ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലക്ക് അത്രയും സുതാര്യമായിട്ടൊരു പൊതുജീവിതത്തിന്റെ ഉടമയാണ് സഖാവ് പിണറായി വിജയൻ.
അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ നേരിട്ട് അറിയാമല്ലോ, നാട്ടിലെ ജനങ്ങൾക്കും അറിയാം. ജനങ്ങൾ ഒത്തുകൂടി ഇത്രയും മണിക്കൂർ അവിടെ റെയ്ഡ് ചെയ്തിട്ട് എന്താ അവർ കണ്ടെത്തിയത്? ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ വീടിന്റെ കസ്റ്റോഡിയനായിട്ടുള്ള നാണുവട്ടൻ എഴുതി കൊടുക്കേണ്ടി വന്നല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. വീണയാണെങ്കിൽ വീണയെ വിളിച്ചു വരുത്താലോ, നോട്ടീസ് കൊടുക്കാലോ. എന്താ നോട്ടീസ് കൊടുക്കാതിരുന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ ED എന്ന് പറയുന്നത് ഇന്ത്യയിലെ സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാനുള്ള എക്സ്ട്രാ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് കഴിഞ്ഞ കേസുകളിലൊക്കെ തെളിയിച്ചിട്ടുണ്ട്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യം, EDയെ രാഷ്ട്രീയമായിട്ട് ദുരുപയോഗം ചെയ്യുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അവിടെ ഈ ഏറ്റവും ഒടുവിൽ പിണറായിയുമായി ബന്ധപ്പെട്ട ഈ വീടുകളിലൊക്കെ നടത്തിയിട്ടുള്ള റെയ്ഡ് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ആ പ്രതിഷേധാർഹമായിട്ടുള്ള നടപടിക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള ജനവികാരം ഉയർന്നു വന്നിട്ടുണ്ട്. ഇനിയും ഉണ്ടാവും. എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? അങ്ങ് ഇപ്പൊ പറഞ്ഞത് ജനകീയനായ ഒരു നേതാവിന് നേരെ ഇതുപോലുള്ള ഒരു അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായ ഒരു പ്രതികരണം ആണ് ഉണ്ടായത്, അല്ലെങ്കിൽ അങ്ങനെ ആ നിലയിൽ പ്രതികരണം ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ ജനകീയനായ നേതാവിനെതിരെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. ഞാൻ അങ്ങയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, സമാനമായ കാര്യം കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യത്തിലുണ്ടായപ്പോൾ, കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായി ബന്ധപ്പെട്ട് EDയുടെ അന്വേഷണം വന്നപ്പോൾ അങ്ങ് ഇന്ന് ന്യായീകരിക്കുന്ന ഇതേ നേതാവ് പറഞ്ഞത് അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല? പിന്നെ അങ്ങ് ഓർക്കണ്ടാവുന്ന വിചാരിക്കുന്നില്ല, ഞാൻ അങ്ങ് ഓർമ്മിപ്പിക്കാം. EDയുടെ കയ്യിൽ എന്താ, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ എന്താണ് ഉള്ളതെന്ന് അറിയില്ലല്ലോ. അതറിഞ്ഞിട്ടല്ലേ ആ കാര്യത്തിൽ പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ആ നിലയ്ക്ക് പോകാൻ പറ്റുള്ളൂ. രാജ്യത്ത് നിയമ സംവിധാനമുണ്ട്. നിയമ സംവിധാനത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ പിന്നാലെ പറയാം എന്ന് പറഞ്ഞ ഇന്ന് അങ്ങ് ന്യായീകരിക്കുന്ന പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കാര്യത്തിൽ CPM-നും അങ്ങേക്കും അങ്ങയുടെ പാർട്ടിക്കും ഇതായിരുന്നു നിലപാടെങ്കിൽ, പിണറായി വിജയന്റെ മകളുടെ കാര്യം വരുമ്പോൾ ജനകീയനായ നേതാവാണ് എന്ന് പറഞ്ഞ് ഇതുപോലെ പ്രതികരണത്തിൽ മുതിരുമ്പോൾ മൺമറഞ്ഞു പോയ കോടിയേരി ബാലകൃഷ്ണൻ അതുപോലെ ജനകീയനായ നേതാവല്ലായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു പ്രിവിലേജും ഈ ഒരു സ്റ്റേച്ചറും ഈ ഒരു ട്രീറ്റ്മെന്റും കൊടുക്കാൻ പാർട്ടി തയ്യാറല്ലായിരുന്നു എന്നാണോ അതിന്റെ അർത്ഥം? അത് പിണറായി വിജയന് മാത്രമായി പ്രത്യേകമായ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിരുന്നു. കോടിയേരി ബാലകൃഷ്ണനുള്ള നീതി അല്ല പിണറായി വിജയനുള്ളത്, പിണറായി വിജയനുള്ള നീതി അല്ല കോടിയേരി ബാലകൃഷ്ണൻ അർഹിക്കുന്നത് എന്നാണോ അങ്ങയുടെ പാർട്ടിയുടെയും അഭിപ്രായം എന്നറിയാൻ താല്പര്യമുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? കാരണം ഈ അങ്ങ് പറഞ്ഞ പാരാമീറ്റേഴ്സ് ഞങ്ങളൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് കോടിയേരി ബാലകൃഷ്ണൻ വലിയൊരു നേതാവായിരുന്നു എന്നാണ് ഞങ്ങളൊക്കെ കണ്ടിരിക്കുന്നത്, തോന്നിയിരിക്കുന്നത്. അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടില്ല. പക്ഷെ അദ്ദേഹം ഒരു ജനകീയ പിന്തുണ, ജനകീയ അടിത്തറയുള്ള നേതാവായിരുന്നൊക്കെയാണ് ഞങ്ങൾക്ക് തെറ്റിദ്ധാരണയാണെങ്കിൽ അങ്ങ് മാറ്റിത്തരണം. മാത്യു കുഴൽനാട് എന്ന പ്രഗത്ഭനായിട്ടുള്ള വക്കീൽ, അദ്ദേഹം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലാണ്. അദ്ദേഹം ഈ ചാനൽ ചർച്ചയിൽ വന്നിട്ട് ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ വളരെ കൗതുകരമായിട്ടാണ് ഞാൻ കേട്ടത്. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. അതായത് അദ്ദേഹം ഈ വീണ വിജയനെതിരായിട്ട് ഉള്ള കേസിൽ വിജിലൻസ് കോടതിയിൽ ഹർജി കൊടുത്തല്ലോ, അഴിമതിയാണെന്ന് പറഞ്ഞിട്ട് വിജിലൻസ് കോടതിയിൽ ഹർജി കൊടുത്തു. അത് തള്ളി, ഹൈക്കോടതിയിൽ പോയി തള്ളി. ഹൈക്കോടതി അത് മാത്രമല്ല, ഇതുപോലെയുള്ള പെറ്റീഷനുമായിട്ട് ഇനി വന്നാൽ നിങ്ങൾക്ക് പിഴയിടേണ്ടി വരും എന്ന് ഹൈക്കോടതി താക്കീത് നൽകിയല്ലോ. ആ ഹൈക്കോടതി വിധിക്കെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോയി. എന്താ ഉണ്ടായിട്ടുള്ളത്? അപ്പോ ഞാനൊരു വക്കീലല്ല, അദ്ദേഹം വക്കീലാണ്, പ്രഗത്ഭനായിട്ടുള്ള വക്കീലാണ്. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ പരിമിതി എന്താന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസിന്റെ നേതാവാണ് എന്നുള്ളതാണ്. നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറില്ലേ? ആ കോൺഗ്രസിന്റെ അങ്ങേയറ്റം തെറ്റായിട്ടുള്ള നിലപാട് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നു എന്നതാണ് ഇക്കാര്യത്തിൽ എന്റെ വിമർശനം. നിങ്ങൾ ഉന്നയിച്ച നിയമപരമായിട്ടുള്ള ഒരു വാദവും നിലനിൽക്കില്ല എന്ന് വന്നപ്പോ EDയെ രാഷ്ട്രീയമായിട്ട് ദുരുപയോഗം ചെയ്യുന്ന കൃത്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത്. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിയെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്.